Good morning, hi friends. Beginner friendly coaching. That is a speciality of our vacation class this year. ഈ വർഷത്തെ വെക്കേഷൻ ക്ലാസ്സിൽ ഞങ്ങൾ ബിഗിനർ ഫ്രണ്ട്ലി ആയി ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യും. അപ്പോൾ എന്താണ് ബിഗിനർ ഫ്രണ്ട്ലി? സി, ബിഗിനേഴ്സ് ഹാവ് എ ലോട്ട് ഓഫ് ട്രബിൾസ് about this language. How to learn this language and what are the techniques we can adopt to the easy learning. If there is any tricks or tips to improve easy learning. So these are the troubles of a beginner. So നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ പ്രത്യേകിച്ച് ചിന്തിക്കുക, ഇംഗ്ലീഷ് എന്നല്ല ഏത് ലാംഗ്വേജ് ആണെങ്കിലും അത് ഒരു രാജ്യത്തിൻ്റെ കൾച്ചറിൻ്റെയും സിവിലൈസേഷൻ്റെയൊക്കെ ഭാഗമാണ്. സിവിലൈസേഷൻ്റെ ഭാഗമാണ്. ഒരു രാജ്യത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ലാംഗ്വേജ് പഠിക്കാൻ ആ രാജ്യത്തിൻ്റെ സംസ്കാരം നിങ്ങൾ തിരഞ്ഞു പോകേണ്ടതില്ല. എന്നാൽ പോലും നിങ്ങളുടെ മദർ ടങ് ഏതാണോ ആ മദർ ടങ്ങിൻ്റെ സിവിലൈസേഷനിൽ നിന്നും കൾച്ചറിൽ നിന്നും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നിങ്ങളുടെ മദർ ടങ്ങിൻ്റെ കൾച്ചറല്ല ഇംഗ്ലീഷിൻ്റെ കൾച്ചർ. അതാണ് ആദ്യം ഒരു ബിഗിനർ മനസ്സിലാക്കേണ്ടത്. ഫസ്റ്റ് ലേൺ വാട്ട്സ് എ കൾച്ചർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ബിഗിനറുടെ ആദ്യത്തെ പ്രോബ്ലം അതാണ്. ആ പ്രോബ്ലം സെറ്റ് ചെയ്യുമ്പോൾ ദ ഡിഫറൻസ് ബിറ്റ്വീൻ യുവർ മദർ ടങ് ആൻഡ് ഇംഗ്ലീഷ്. നിങ്ങൾ ഏത് മദർ ടങ് ആയിക്കോട്ടെ, നിങ്ങളുടെ മദർ ടങ്ങും ഇംഗ്ലീഷും തമ്മിലുള്ള വ്യത്യാസം പിന്നീട് മനസ്സിലാക്കുക. അപ്പം ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ കൾച്ചർ മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങളുടെ മദർ ടങ് ഏതാണെങ്കിലും അതും ഇംഗ്ലീഷും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. അതാണ് ഒരു ബിഗിനറെ സംബന്ധിച്ച് ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്. അങ്ങനെ ആ വ്യത്യാസം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഒരു ബിഗിനർക്ക് യൂണിവേഴ്സൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയൂ. റൈറ്റ്? അപ്പം ആ ഒരു ഒബ്ജക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ അതിനാവശ്യമായിട്ടുള്ള ഒരു ട്രെയിനിങ് ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ട്, ബിഗിനേഴ്സ് ഫോക്കസ് ചെയ്ത്, ബിഗിനേഴ്സിൻ്റെ പ്രോബ്ലംസ് ഫോക്കസ് ചെയ്ത് ഒരു സ്ട്രോങ് ബേസ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കോച്ചിങ്ങാണ് പ്രധാനമായിട്ടും ഞങ്ങളുടെ വെക്കേഷൻ ക്ലാസ്സിൽ ഞങ്ങളിപ്പോൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. റൈറ്റ്?